ഒരു വീടിന് മതില് മുഖ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ മുഖ്യമാണ്. ഇന്നത്തെ കേരളത്തിന്റെ ഒരു പ്ലാനിങ് സ്റ്റൈലില് ഒരു വീടിന് ഒരു മതിൽ നിർബന്ധമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹായ്, നമസ്കാരം. വാസ്തുപരമായ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ കൂടെ ആസ്ട്രൽ തങ്കച്ചൻ സാറുമുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പൊ നമ്മൾ പൊതുവെ എല്ലാ വീടുകളിലും ചുറ്റുമതിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ പ്രദേശങ്ങളിലുള്ള ചെറിയ വീടുകളിലൊന്നും ഈ ചുറ്റുമതിലുകൾ കാണാറില്ല. അടുപ്പിച്ചാണ് വീടുകൾ കണ്ടുവരുന്നത്. ചോദ്യം ഇതാണ്, ഇപ്പം ഒരു വാസ്തുവില് ചുറ്റുമതിലുകൾ ഇമ്പോർട്ടൻ്റ് ആണോ അതോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമാണോ? മതിലുകൾ ഉള്ളൊരു കാലമാണ് ഇപ്പം എല്ലാ വീടിനും. ഒരു കുഞ്ഞ് ഒരു 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് വീടിന് പോലും ഇപ്പം മതിൽ നിർബന്ധമായിട്ടൊരു കാലം. പക്ഷെ മതിലുകൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ മറ്റു ഫോറിൻ കൺട്രികളിലും അതേപോലെ മതിലുകളില്ലാത്ത കാലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ സിസ്റ്റം വേറെ, ഇവിടുത്തെ സിസ്റ്റം വേറെ. മതിലുകളില്ലാത്ത വീട് ഇപ്പോഴും ഈ 2026-ലും US, UK അങ്ങനെയുള്ള കാനഡ ഭാഗങ്ങളിലൊക്കെ മതിലുകളില്ലാത്ത വളരെ സ്വതന്ത്രമായ കുഞ്ഞു കുഞ്ഞു വില്ല പോലത്തെ സംവിധാനങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മതിലുകളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. വലിയ റയറായിട്ടുള്ള വലിയ വീടുകൾ മാത്രമേ മതിൽ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം കൂടി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാം. ആ സമയങ്ങളിൽ അധികം ആർക്കും ഇന്ന് കേട്ടുകേൾവില്ലാത്ത അസുഖങ്ങളാണ് നമ്മൾ ട്രീറ്റ്മെന്റുകളും അസുഖങ്ങളും മരുന്നുകളും ഒക്കെ എല്ലാം നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങി. അത് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇത്രയും മരുന്നോ ഇത്തരം അസുഖങ്ങളും ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 80s മുമ്പൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ വളരെ കുറഞ്ഞ പേരുകളും കുറഞ്ഞ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അല്ല. അപ്പോ ഇതിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രോഡിലുള്ള മതിലുകളില്ലാത്ത വീടിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ കുഴികളുമില്ല. നമ്മുടെ പോലെ സെപ്റ്റിക് ടാങ്കുകളോ കിണറുകളോ അവിടെ അധികം ഇല്ല. ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളിൽ അതുകൊണ്ട്. പക്ഷെ കൂടുതലും ആ സിറ്റി സൈഡിൽ നിന്നില്ല. എല്ലാം ഇപ്പൊ ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ അതേപോലെ സംവിധാനം എല്ലാം സഖ്യ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ്. കേരളത്തിൽ ഒരു 80-കൾക്ക് ശേഷം ഗവൺമെന്റിന്റെ തന്നെ ടോയ്ലറ്റ്, എല്ലാ വീടുകളിലും ടോയ്ലറ്റ് വരണം എന്നുള്ള രീതികൾ വരുമ്പോൾ നമ്മൾ വിസർജിക്കുന്നത് എവിടെയാണോ അതിന് താഴൊരു കുഴി ഉണ്ടാവും. അന്നത്തെ അപ്ഡേഷൻ അത്രയേ ഉള്ളൂ. പിന്നെയാണെങ്കിൽ കിണർ, പണ്ട് പൊതു കിണറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതു സ്ഥലങ്ങളിൽ വിസർജിക്കാം. ഇപ്പൊ ഞാനൊക്കെ ഗ്രാമത്തിൽ വളർന്ന ഒരാളാണ്. അപ്പം കൂടുതലും ആൾക്കാർ ടോയ്ലറ്റിന് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നൊരു ഗ്രാമപ്രദേശവും ഉണ്ടായിരുന്നു. അപ്പം മതിലുകളില്ലാത്ത കാലത്ത് നിന്ന് പെട്ടെന്നൊരു അപ്ഡേഷൻ ഗവൺമെന്റ് ഭാഗങ്ങളിൽ നിന്നും വിസർജന അല്ലെങ്കിൽ ശൗചാലയങ്ങളും പിന്നെ ഒരു കിണർ സ്വന്തമായി നമുക്ക് ചെയ്യാമെന്നുള്ള ഈസി സംവിധാനങ്ങളും പിന്നെ ബോറുകളും ഒക്കെ വന്നപ്പോഴത്തേക്കും മതിലുകൾക്ക് അവിടെ പ്രാധാന്യം തുടങ്ങുന്നു. പക്ഷെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ ഉദാഹരണം, എന്റെ വീട് കിഴക്ക് ദർശനമായി ഇരിക്കുകയാണ്. എന്റെ വലത് സൈഡ് തെക്കാണ്. വലതുള്ള വീടിന്റെ ഒരു ടോയ്ലറ്റിന്റെ കുഴി എന്റെ തെക്ക് ഭാഗത്ത് വരുന്നു. അവിടെ മതിലില്ലെങ്കിൽ ആ കുഴി എന്റെ വീടിന്റെ വാസ്തുദോഷത്തിന് കാരണമാകും. എന്റെ പിന്നിൽ പടിഞ്ഞാറ്, ഞാൻ കിഴക്ക് മുഖമായ വീടും എന്റെ പിന്നിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എന്റെ പിന്നിലുള്ള വീട് അവരുടെ യഥാസ്ഥാനത്ത് വടക്ക് കിഴക്ക് അവരൊരു കിണർ കുഴിക്കുകയും അവിടെ മതിലില്ലാതെ വരികയും ചെയ്യുമ്പോൾ എനിക്ക് വായുവ്യത്തിൽ കിണറായി വാസ്തുദോഷം പേറും. ഇത്തരം രീതികളിൽ അടുക്കടുക്കായി പല ഉദാഹരണങ്ങളും വയ്ക്കാൻ പറ്റും. പക്ഷെ മതിലുകൾ കെട്ടി വേർതിരിക്കുമ്പോൾ ഒരു കോമഡി മതിലുണ്ട്. പല വീടുകളിലും പോയാൽ 1 അടി പൊക്കത്തിന് ചുറ്റുമതിൽ കെട്ടുന്ന സമ്പ്രദായം അതല്ല. നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം അടച്ചുറപ്പുള്ള ഒരു മതിൽ വരുമ്പോൾ മാത്രമേ അത് വാസ്തുയോഗ്യമാകുന്നുള്ളൂ. അത് അവിടെ നിന്നൊരു കണക്ഷൻ വെളിയിലോട്ടോ ഉള്ളിലോട്ടോ വരാത്ത പക്ഷം അത് നമ്മുടെ സ്വകാര്യ സ്ഥലമായി മാറുമ്പോൾ അതിനുള്ളിൽ നമുക്ക് വാസ്തു പരിഗണിക്കാം. അപ്പോ അതിന് അങ്ങനെ ഒരു മതിൽ കെട്ടി നമ്മളൊരു കോമ്പൗണ്ടിനുള്ളിലാവുകയാണെങ്കിൽ അതൊരു റൂമിനുള്ളിലാകുന്നത് പോലെ തന്നെയാണ്. മതിലിന് പുറത്തുള്ള ഒരു വാസ്തുദോഷം നമ്മളെ ബാധിക്കില്ല. ചുറ്റുമതിലുകൾ ഇല്ലാത്ത കാലത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയൊരു അപ്ഡേഷൻ, ടോയ്ലറ്റ് ആൻഡ് കിണറുകളെല്ലാം എല്ലാ വീട്ടിലും നിർബന്ധമാക്കുന്ന ഒരു കാലയളവിൽ, എന്നാൽ മതിലും ഇല്ലാത്തൊരു കാലയളവിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല ഭാഗങ്ങളിലും, ഇപ്പൊ ഞങ്ങൾ ഈ ബോംബെയിൽ ഇപ്പം അതില്ല, വളരെ കുറഞ്ഞു വരികയാണ്. ചേരി പ്രദേശങ്ങൾ പോലെ അവിടെ ഏരിയകളുണ്ട്, ചാലി എന്ന് പറയും. അപ്പൊ അവിടെയും മതിലുകളില്ല, അതിനുള്ള സംവിധാനം ഇല്ല. അപ്പൊ അവിടെ പക്ഷെ ഇങ്ങനെ കുഴികളില്ല. പക്ഷെ അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫിറ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്.
ഓരോ വീടുകളും ഓരോ സ്ട്രീറ്റാ, ഓരോ വീടിന്റെ സൈഡിലൂടെ ഒരു കുഞ്ഞു സ്ട്രീറ്റിന് തുല്യമാണത്. അപ്പം അവിടെ മതിലുകളില്ല, പക്ഷേ നമ്മുടെ നാട്ടിലും മതിലുകളില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കിണർ, സെപ്റ്റി ടാങ്ക്, ടോയ്ലറ്റ് എല്ലാ സംവിധാനങ്ങളും, പക്ഷെ ചാലി സംവിധാനങ്ങൾ അങ്ങനെ ഇല്ല. അപ്പം ഇത് രണ്ടും, ഇത് പഠനങ്ങൾ, യാത്രകളിലൂടെ ഞങ്ങൾ പഠിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിലും പോയി റിസർച്ച് ചെയ്യുക, പഠിക്കുക, അവിടുത്തെ അനുഭവങ്ങൾ എടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ഇന്നത്തെ രീതികളിൽ നമുക്ക് കിണറും, എല്ലാ വീട്ടിലും കിണറും, എല്ലാ വീട്ടിലും സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക്, ഇത്തരം കുഴികൾ വന്നു തുടങ്ങി. തീർച്ചയായും ഒരു വീടിന് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മതിൽ കെട്ടി തന്നെ ഉപയോഗിക്കാം. വാസ്തു സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എന്നെ കേൾക്കാം. അതൊരു ചർച്ച അല്ലെങ്കിൽ വാദപ്രതിവാദം എന്നുള്ള രീതികളിൽ ഞാനില്ല. കാരണം എൻ്റെ ക്ലയന്റ് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ്. അപ്പോൾ കുഴികൾ എന്തുകൊണ്ട് വാസ്തുവിൽ ഉൾപ്പെടുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഊർജം, സൂര്യപ്രകാശം, അതിന്റെ ഊർജം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇതിങ്ങനെ 24/7 ഭൂമിയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തും. നമ്മുടെ ഭൂമി ആയതുകൊണ്ട് ഭൂമിയുടെ കണക്ക്. അപ്പൊ ഇതിന്റെ ഒരു 50% അബോ ഭൂമി ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഉപരിതലത്തിൽ നിയന്ത്രിതമായിരിക്കുന്നത്. ഈ ഒബ്സർവേഷന്റെ കാരണമായിട്ട് ഭൂമിക്കുള്ളിലെ കുഴികളും വാസ്തുവിൽ ഉൾപ്പെടുന്നു. അതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ, ക്ലാസ് സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ ബലിഷ്ടമായ ചോദ്യവും അതിന്റെ ഉത്തരവും ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വ്ളോഗുകളിൽ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം കുഴികൾ എന്തുകൊണ്ട് വാസ്തുവിൽ കാരണമാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഒബ്സർവേഷൻ ഭൂമിക്ക് ഉള്ളത് കൊണ്ടും വടക്ക് കിഴക്ക് താഴ്വാരവും വെയിറ്റ്ലെസ് ആകണമെന്നുള്ള വാസ്തു നിയമപ്രകാരവും കുഴികൾ വാസ്തുവിനൊരു കാരണമാകും. അപ്പൊ ചോദിച്ച ചോദ്യം, ഒരു വീടിന് മതില് മുഖ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ മുഖ്യമാണ്. ഇന്നത്തെ കേരളത്തിന്റെ ഒരു പ്ലാനിങ് സ്റ്റൈലില് ഒരു വീടിന് ഒരു മതിൽ നിർബന്ധമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മതിലിൽ നിന്നും പുറത്തു പോകുന്ന ഗേറ്റ് അല്ലെങ്കിൽ ചെറുവഴികൾ ഉച്ചഭാഗങ്ങളിലും ആയിരിക്കണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറ് പറഞ്ഞിട്ടുള്ള ഗൃഹം ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. സാറിന് എന്താ പറയാനുള്ളത്? ഒരുപാട് പലരോടും പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് ചോദ്യമായി വന്ന സ്ഥിതിക്കും മറ്റുള്ളവർ ഒരുപാട് പേര് ഇത് നമുക്ക് നമ്മുടെ കമന്റ്സുകളിൽ ഒരുപാട് വന്ന ഒരു സംവിധാനമാണ് ഗൃഹം. ശരിക്കും ഇതിന്റെ ഉത്ഭവം, ഈ വാക്കിന്റെ ഉത്ഭവനെയാണ് അന്വേഷിച്ചു പോകേണ്ടത്. ഗ്രഹം എന്നുള്ള വാക്ക് കേരളത്തിന്റെ വാക്കാണോ? അന്ന് കേരളത്തിൽ എഴുത്തുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അന്ന് അച്ചടി ഉണ്ടായിരുന്നോ? വാക്കുകളൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഇതിന്റെ പിന്നിലോട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും. എന്നാലും ഗ്രഹവും രണ്ടും ഒന്നാണ്. എങ്ങനെയാ? JEOയിൽ തുടങ്ങുന്ന ജോർജും നമ്മൾ മലയാളിയിൽ വിളിക്കുന്ന ജോർജും തമിഴ് ആൾക്കാർ വിളിക്കുന്ന ജാർജും, ഇത് മൂന്നല്ല, ഒന്നാണ്. പണ്ഡിതന്മാരാൽ ചില കൺഫ്യൂഷൻ വരാതിരിക്കാൻ ചില പേരുകൾ അവർ നിയന്ത്രിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിന്റെ ഉത്ഭവം ഗ്രഹം എന്ന് തന്നെയാണ്. ആ ഗ്രഹത്തിന് തന്നെയാണ് നമ്മൾ ഗൃഹമെന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഉത്ഭവ നാമം ഗ്രഹം തന്നെയാണ്. മലയാളത്തിലുള്ളത് ആണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകും. അതിപ്രാചീന അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഭാഷകളിൽ, അല്ലെങ്കിൽ ഭാഷ എന്നുള്ള തമിഴ്, നമ്മളെല്ലാം ഡിവൈഡിയൻ സംസ്കാരത്തിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ ഭാഷ അവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞ് പല പല ബാച്ചുകളായതാണ്. അപ്പം ഒരുപാട് വാക്കുകൾ മലയാളത്തിന് കിട്ടിയിട്ടുള്ളത് തമിഴിൽ നിന്നാണ്. അപ്പോ ഈ ഗൃഹം എന്നുള്ളതും രണ്ടും ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ ഗ്രഹം, ഇതൊരു ചെറിയ ഗ്രഹം. അതിലിപ്പോഴും ഞാൻ നിൽക്കുന്നു. പിന്നെ യൂട്യൂബിനകത്ത് വേറൊരു, അത് പറയാതെ പോകാൻ വയ്യ, അത് നമുക്ക് പറഞ്ഞു തന്നെ പോകാം. ഇപ്പൊ നമ്മള് യൂട്യൂബിൽ അതൊരു സ്റ്റുഡിയോ പ്രോസസ്സാണത്. ഇപ്പം ഒരു ലോങ് വീഡിയോ, അതിനെ ആകർഷിക്കാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടും. അപ്പൊ അതിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരാൾക്ക് അതിനുള്ളിലോട്ട് കയറാനുള്ള ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് വീഡിയോ ഇടുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ വാച്ച് ഫുൾ വീഡിയോയിൽ പോയാലേ കിട്ടുള്ളൂ. അപ്പം ആ 1 മിനിറ്റ് കാര്യങ്ങൾ നോക്കി അതിന്റെ താഴെ വന്ന് ഇങ്ങനെ തെറി അഭിഷേകം ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെറി വിളിക്കുന്ന യൂട്യൂബിലൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് വളരെ പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത്, എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്റെ ഫോൺ നമ്പർ, ഓഫീസ് ഫോൺ നമ്പർ, ഇതൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടുകയാണ്. അപ്പൊ എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. ഒരു പക്ഷെ ഇത് മനസ്സിലാവാത്തവർക്ക് എന്നെ വിളിക്കാമല്ലോ. പരമാവധി ഫോൺ എടുക്കുന്ന ഒരാളുമാണ് ഞാൻ. അതിന് എനിക്ക് ഇതുവരെ പറ്റുന്നു. പരമാവധി ഫോൺ എടുക്കുന്ന ആളാണ്. ഫോണിലൂടെ കൺസൾട്ട് ചെയ്യാനോ സഹായിക്കാനോ 1 രൂപ പോലും ഫീസ് മേടിക്കാത്ത ഒരാളുമാണ്. ഇനി അത് മേടിക്കണം എന്ന് തോന്നി തുടങ്ങി. അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ എനിക്ക് ഒരു നിയന്ത്രണത്തിന് വേണ്ടി. അപ്പൊ ഇത്രയും സംവിധാനം ഞാൻ വാഗ്ദാനം ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്റെ നമ്പർ പ്രദർശിപ്പിക്കുന്നു. ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്ക്രീൻഷോട്ടോ സംവിധാനങ്ങൾ എന്തെങ്കിലും വെച്ച് കാണിക്കല്ലോ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാറാ പതിവ്. എന്നെ വിളിച്ചല്ലോ എന്തിനാന്ന്. ചിലപ്പോൾ വർക്കിലാവുമ്പോൾ ഫ്രീ ടൈമിൽ തിരിച്ചു വിളിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്.
അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ എന്തിനാ ഈ തെറി വിളിക്കുന്നത്? അപ്പോഴെനിക്കൊരു വലിയൊരു സത്യം മനസ്സിലായത്. അത് എനിക്ക് തോന്നുന്നു, ഇപ്പൊ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാലും പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞാലും തെറി വിളിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ തെറി വിളിയല്ല എന്റെ പ്രശ്നം, എന്തുകൊണ്ട് ഇവർ തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദ്യം. കാരണം ഇന്നത്തെ മനുഷ്യർ ഒരുപാട് പാകമായി കഴിഞ്ഞു. ഇപ്പം സാധാരണ ആൾക്കാർക്ക് ഒരു എതിരിൽ നിൽക്കുന്ന ഒരാൾ തെറ്റ് ചെയ്തു എന്നുള്ളതാണെങ്കിൽ പോലും അവരെ മുഖത്ത് നോക്കി തെറി വിളിക്കാൻ വയ്യാത്ത ഒരു സംസ്കാരത്തിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മുടെ ഓപ്പോസിറ്റ് ഒരാള് വലിയൊരു തെറ്റ് ചെയ്തു, അയാളെ വഴക്ക് പറയാൻ, വളരെ മാന്യമായി വഴക്ക് പറയാനുള്ള കാലത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ആ പച്ചത്തറി ആരും ഉപയോഗിക്കാറില്ല. എങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പഠിച്ചപ്പോൾ അത് വലിയൊരു സത്യം. അത് അപ്പം വീട്ടില് വഴക്ക് പറയാൻ പറ്റില്ല, ഭാര്യയെ വഴക്ക് പറയാൻ പറ്റില്ല, തീർന്നു. പിന്നെ ഭക്ഷണം, മറ്റു സംവിധാനങ്ങളൊക്കെ അല്ല. മക്കളെ വഴക്ക് പറയാൻ പറ്റില്ല, മക്കൾ അനുസരിക്കുന്നില്ല. ഓഫീസിലോട്ട് പോകുമ്പം അവിടെയും ആരും ഇദ്ദേഹത്തിന് അവിടെയും അടിമയാ. അപ്പം ഒരാണെന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരാളെന്നുള്ള നിലയ്ക്കോ ഇദ്ദേഹത്തിനും ആരെങ്കിലുമൊക്കെ വഴക്ക് പറയണ്ടേ? അതിന് കിട്ടുന്ന ഏറ്റവും നല്ല സുവർണ്ണ അവസരമാണ് യൂട്യൂബിൽ വന്ന് ഏതെങ്കിലും VIP-യിലൊക്കെ തെറി വിളിച്ചിട്ട് എഴുതിയിട്ട് അവിടെ ഇരുന്നിട്ട് ആഹാ ഞാൻ ഇന്ന് എത്ര പേര് തെറി വിളിച്ചു, അപ്പൊ ഞാനൊരു പൗരുഷമുണ്ട് എനിക്ക്, ഞാനൊരു ആണാണ് എന്ന്. അല്ലാതെ അതൊരു സംവാദത്തിലോട്ട് പോകണമെങ്കിൽ നല്ല ഭാഷകളിൽ ആ സംശയം ചോദിക്കാൻ ഞാൻ തിരിച്ചു വിളിക്കുന്ന ഒരാളാണ്. അതിൽ എന്നെ നേരിട്ട് വിളിച്ചു ചോദിക്കാം, സുഹൃത്തെ അനുജ ഇങ്ങനെ ഒരു കാര്യം, അത് എത്രത്തോളം സത്യമാണ്, എനിക്കൊരു സംശയം, കേട്ടിടത്ര മനസ്സിന് യോജിക്കുന്നില്ല. അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടെന്നേ. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ആരോഗ്യപരമായ ഒരു സംവാദത്തിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് മനുഷ്യൻ പണ്ടൊക്കെ നമ്മൾ പട്ടിയെ പൂച്ചയൊക്കെ തല്ലുമായിരുന്നു. ഇന്ന് അതുപോലെ ചെയ്യാത്തൊരു കാലമാണ് നമ്മൾ, അല്ലെ? മനുഷ്യൻ അത്രത്തോളം പക്വപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഉറപ്പാണ് ആരും പരസ്പരം അതികഠിനമായ തെറികളൊന്നും ഇപ്പൊ വിളിക്കുന്നില്ല, വളരെ കുറയുന്നു. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നല്ലൊരു ഭാഗവും ആ തെറി വിളിക്കാൻ അവർ തന്നെ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ പരിണാമത്തിലോട്ട് എത്തിക്കഴിഞ്ഞു നമ്മൾ. പോലെ ഇന്നും ഇങ്ങനെ മറ്റുള്ളവർ എൻ്റെ ഐഡിയിലൂടെ, അല്ലെങ്കിൽ ഫേക്ക് ഐഡിയ കൂടുതലും വരുന്നത് എൻ്റെ ഐഡിയിലൂടെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ സംസ്കാരം, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല, എനിക്ക് വാക്ക് ഉപയോഗിച്ചുകൂടാന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല, ഇത് എൻ്റെ സ്വന്തം ചാനലാ. എനിക്ക് വേണമെങ്കിൽ ഈ തെറികളൊക്കെ ഡിലീറ്റ് ചെയ്തൂടെ? ഈസി, അതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇപ്പോഴും പറയാണ്, തെറി വിളിക്കുന്നതോടൊപ്പം എനിക്കത് ഫോൺ ചെയ്ത് നേരിട്ട് തെറി വിളിക്കുമ്പോൾ രണ്ടുപേരുടെ ഞാൻ കേൾക്കും. അതിനുശേഷം അവരുടെ ആ തെറി, ആ ആസ്വാദനം, ആ സംവിധാനം, അവരുടെ ഹൃദയമൊക്കെ എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുക്കാന്നേ. കാരണം വാസ്തു അത്രത്തോളം സത്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നേരിട്ട് കൃത്യതയോടെ ചില ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് പരിഹരിക്കാൻ പക്കവണ്ണം വാസ്തു അത്രത്തോളം സത്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ചോദ്യം എപ്പോഴും നമ്മൾ മാറിപ്പോറുണ്ട്. ഗ്രഹം അതിന്റെ തന്നെയാണ് ഗ്രഹവും, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടർത്ഥത്തിലല്ല. അതിനാണ് ഞാൻ ഉദാഹരണം ഒരു കോമഡി പറഞ്ഞത്, ജോർജ് അല്ലേ? ഇതിനെ പോലെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. പല വാക്കുകൾ അങ്ങനെ നമ്മൾ തമിഴിൽ നിന്നും കടമെടുത്ത വാക്കുകളാണ്. മലയാളത്തിനായിട്ട് സ്വന്തമായിട്ട് വാക്കുകൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാസ്തുപരമായി ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും സാറിന്റെ നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.